വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ വചന ശുശ്രൂഷകളും പലപ്പോഴും നമ്മെ തേടി വരുന്നത് നമ്മെ അനുഗ്രഹിക്കുവാനാണ്, നമ്മുടെ പോരായ്മകൾ തീർക്കുവാനാണ്, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാനാണ്. സന്തോഷകരമായ ഒരു ജീവിതം നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്ന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹത്തോടെ പ്രാപിച്ചെടുക്കുവാനാണ് ദൈവവചനവും ദൈവത്തിൻ്റെ സാന്നിധ്യവും നമ്മളെ തേടി വരുന്നത്. എന്നാൽ പലപ്പോഴും ദൈവവചനത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം, ദൈവാത്മാവിൻ്റെ സാന്നിധ്യം എന്തിനു വേണ്ടി നമ്മളെ തേടി വന്നു എന്ന് ഗ്രഹിക്കുവാൻ കഴിയാതെ വെറും പുകഴ്ചയുടെ വാക്കുകൾ കൊണ്ട് നാം അങ്ങനെയുള്ള തരുണങ്ങളെ നഷ്ടമാക്കി കളയുന്നത് ഒരു സാധാരണ സംഭവമാണ്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശുശ്രൂഷ കാലത്ത് താൻ ഒരു പള്ളിയിൽ ശുശ്രൂഷിച്ചിട്ട് വെളിയിലിറങ്ങി വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എല്ലാവരും അവനെ പുകഴ്ത്തി അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു, ഇവൻ യോസേഫിന്റെ മകൻ അല്ലയോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, അവർ തെറ്റൊന്നും പറഞ്ഞില്ല, കർത്താവിനെ സ്നേഹിച്ചതേ ഉള്ളൂ. കർത്താവ് പറഞ്ഞ വാക്കുകളെ കുറിച്ച് അവർ കുറ്റമൊന്നും പറയാതെ ആ ലാവണ്യ വാക്കുകൾ നിമിത്തം അവർ ആശ്ചര്യപ്പെട്ടു. യേശു പറഞ്ഞതായാൽ അല്ലെങ്കിൽ യേശു ശുശ്രൂഷിച്ചതായ ശുശ്രൂഷയിലെ ലാവണ്യതകൾ കണ്ട് അവർ അതിൽ സന്തോഷിച്ചു. എന്നാൽ ദൈവം പറഞ്ഞ അല്ലെങ്കിൽ കർത്താവ് അവിടെ ഉച്ചരിച്ചതായ വചനം എന്താണെന്ന് അവർ ഗ്രഹിക്കുകയോ ആ വചനം അവരുടെ ജീവിതത്തിൽ പ്രയോജനകരമായി കൊണ്ടുവരികയോ ചെയ്തില്ല എന്ന് കർത്താവിന് മനസ്സിലായി. അങ്ങനെ ജനത്തിൻ്റെ പുകഴ്ത്തൽ കണ്ട് കർത്താവ് അത്ര കണ്ട് പൊങ്ങിയൊന്നുമില്ല. അവരോടായി കർത്താവ് തിരിഞ്ഞു പറയുകയാണ്: എലിയ പ്രവാചകന്റെ കാലത്ത് 3.5 വർഷക്കാലം ഇസ്രായേലിൽ കഠിനമായ ക്ഷാമമുണ്ടായി. കാറ്റും മഴയും വിതയും കൊയ്ത്തും ഒന്നുമില്ലാതെ ജനങ്ങൾ വളരെ അധികം പട്ടിണി കൊണ്ട് ബുദ്ധിമുട്ടി. എങ്കിലും സീദോനിലെ സരപ്തയിലുള്ള ഒരു വിധവയുടെ അടുത്തേക്കല്ലാതെ എലിയ പ്രവാചകനെ മറ്റൊരു ഭവനത്തിലും ദൈവം അയച്ചില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ എലിയ പ്രവാചകൻ ചെന്നപ്പോൾ അവളുടെ അടുക്കളയിലെ കലവറകൾ നിറഞ്ഞു കവിയുമാറാക്കി. അവളുടെ കലത്തിലെ മാവ് വർദ്ധിച്ചു, അവളുടെ ഭരണിയിലെ എണ്ണയ്ക്ക് വർധനവുണ്ടായി. എന്നാൽ അങ്ങനെ ഒരു സംഭവം അന്ന് ഇസ്രായേലിൽ വേറെ ആരുടെയും ഭവനത്തിൽ ഉണ്ടായില്ല. അതുപോലെ തന്നെ കർത്താവ് വീണ്ടും പറയുകയാണ്: എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ ധാരാളം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എങ്കിലും സിറിയക്കാരനായ നയമാന് മാത്രമല്ലാതെ എലീശ പ്രവാചകന്റെ വാക്കുകൊണ്ട് ആർക്കും സൗഖ്യം ലഭിച്ചില്ല. എലീശ പ്രവാചകന്റെ വാക്കുകൾ അന്യജാതിക്കാരനായ നയമാൻ അനുസരിച്ചപ്പോൾ അവന്റെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടായി. സമൂഹത്തിൽ അവൻ അംഗീകരിക്കപ്പെട്ടവനായി തീർന്നു, അവൻ ശുദ്ധിയുള്ളവനായി തീർന്നു. നോക്കൂ, 22-ാം വാക്യത്തിൽ യേശുവിനെ ലാവണ്യ വാക്കുകൾ എന്ന് പറഞ്ഞ് പുകഴ്ത്തിയതായ ജനങ്ങൾ നേരെ അവരുടെ മുഖഭാവം മാറി, അവർ കോപാകുലരായി. 28-ാം വാക്യത്തിൽ വായിക്കുന്നു: അവർ അവനെ പട്ടണത്തിന് പുറത്താക്കി, യേശുവിനെ അങ്ങ് അപമാനിച്ചു, നിന്ദിച്ചു. ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കി. 29-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവനെ അവർ പാർത്തന അവരുടെ പട്ടണം നിലനിന്നിരുന്ന മലയിൽ നിന്ന് തലകീഴായി താഴേക്ക് ഇടുവാൻ അവർ ഭാവിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഇതിന്റെ അർത്ഥം? അവരുടെ പട്ടണം നിലനിന്നിരുന്നത് ഒരു മലയിലാണ്. ഉയർന്ന മലയിൽ പട്ടണവാസികൾ അവിടെയുള്ളതായ ഒരു പട്ടണം ഒരു എക്സ്പെൻസീവ് ലക്ഷറി പ്ലേസസ് ആണ്. ബിസിനസ്സുകാരും പ്രമാണിമാരും വലിയ ധനികരും നല്ല വിദ്യാഭ്യാസമുള്ളവരും സമൂഹത്തിൽ അംഗീകാരമുള്ളവരും നല്ല നല്ല സ്ഥാനമാനങ്ങളിലുള്ളവരുമെല്ലാം പാർക്കുന്ന ഒരു ലക്ഷറി പ്ലേസ്. അവിടേക്ക് ഒരു അക്കോമഡേഷൻ അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ധനികർക്ക് മാത്രമേ താമസിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് മലയിൽ ഉയർന്ന സ്ഥലത്തുള്ളതായ പട്ടണം. എന്നാൽ ആ പട്ടണത്തിൽ നിന്ന് അവർ കർത്താവിനെ പുറത്താക്കി. അത് തന്നെയല്ല, കർത്താവിനെ തലകീഴായി താഴേക്കിടുവാൻ ഭാവിച്ചു. അല്പസമയത്തിന് മുൻപ് ലാവണ്യ വാക്കുകളെന്ന് പറഞ്ഞ് കർത്താവിനെ പുകഴ്ത്തിയവരാണ്. എന്നാൽ അവരുടെ ജീവിതത്തിലെ കുറവുകൾ വശങ്ങൾ അവരോട് തുറന്നു പറഞ്ഞപ്പോൾ അവർ കോപാകുലരായി. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ തന്നെയാണ്
പലരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം സമാപ്തി അടയുന്നത്. മനുഷ്യൻ എപ്പോഴും പുകഴ്ചയായ വാക്കുകൾ, ലാവണ്യമായ വാക്കുകൾ തേടുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം അവരുടെ ഹൃദയത്തിൽ എത്രമാത്രം വ്യത്യാസം കൊണ്ടുവരുന്നു എന്ന് അവർ ചിന്തിച്ചതിനെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് എന്താണ് അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാതെ പട്ടണത്തിന് പുറത്തേക്ക് തള്ളിക്കളയുന്നതായ ഒരനുഭവം മനുഷ്യനുണ്ടാകുന്നു. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത്, അവൻ്റെ അടുത്ത് വരുന്നത് അവനെ സൗഖ്യമാക്കണം, അവനെ അംഗീകാരമുള്ളവനാക്കണം, അവനിലെ അശുദ്ധി മാറ്റണം, അവൻ്റെ വീട്ടിലെ കുറവുകൾ മാറ്റണം, അവൻ്റെ കലവറകൾ നിറഞ്ഞു കവിയണം, അവനെ അനുഗ്രഹമുള്ളവനാക്കണം. ഇസ്രായേലിൽ അങ്ങനെ പോരായ്മകൾ നീങ്ങിയ ഒരു ഭവനമായി നിന്റെ ഭവനം മാറ്റപ്പെടേണ്ടതിന്, നിന്റെ സമൂഹത്തിൽ നീ ഉൾപ്പെട്ടു നിൽക്കുന്നതായ സമൂഹത്തിൽ നിന്നെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ നീ കുഷ്ഠരോഗിയാണ്, അശുദ്ധനാണെന്ന് പറയുന്നവരുടെ മുമ്പിൽ നിന്നെ ശുദ്ധനാക്കണം എന്ന് വിചാരിച്ചാണ് ദൈവത്തിൻ്റെ വചനം നിന്നെ തേടി വരുന്നത്. പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒക്കെ നിന്നെ സമീപിക്കുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ മുൻപിൽ വെളിപ്പെടുന്നത്, ദൈവത്തിൻ്റെ ആലോചന നിന്റെ മുൻപിൽ വെളിപ്പെടുന്നതിൻ്റെ കാരണം, നിനക്ക് കേൾക്കുവാൻ ഇടവരുന്നതിൻ്റെ കാരണം ദൈവം നിന്നെ സ്നേഹിക്കുന്നതിനാലാണ്. ആ സ്നേഹത്തിൻ്റെ ഉദ്ദേശം നിന്റെ കലവറകളെ കവിയുമാറാക്കണം, നിന്റെ പോരായ്മകളെ നീക്കണം, നിന്നെ ശുദ്ധിയുള്ളവനാക്കണം, അംഗീകാരമുള്ളവനാക്കണം. എന്നാൽ നാമോ എന്താണ് ചെയ്യുന്നറിയാമോ? അതിലെ ലാവണ്യതകൾ മാത്രം തേടുന്നു, പുകഴ്ചകൾ മാത്രം തേടുന്നു, പുകഴ്ത്തി പറയുന്നു. എന്നാൽ നമുക്ക് ശുദ്ധീകരണത്തിനായി എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അവരിലെ കുറവുകൾ കണ്ടെത്തുന്നു, അവരിലെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തുന്നു, അവരെ കുറഞ്ഞു വരുന്ന കാണുന്നു, അവരെ നമ്മുടെ സമൂഹത്തിൽ നിന്നും പുറന്തള്ളിക്കളയുന്നു, അവർക്ക് വിരോധമായി നമ്മൾ സംസാരിക്കുന്നു, അവരെ മുടിച്ചു കളയുവാനുള്ള വഴികൾ നമ്മൾ തേടുന്നു. എന്തുകൊണ്ട്? നാം കുന്നിന്മേൽ അല്ലെങ്കിൽ മലയിന്മേൽ വസിക്കുന്ന ഉന്നതവാസികളാണെന്നുള്ളതായ ഒരു അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ പരിണമിക്കുമ്പോൾ ഇങ്ങനെയുള്ളതായ ഗുണീകരണത്തിലേക്ക് നമ്മുടെ തലകളെ വണക്കപ്പെടുന്നില്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം, ദൈവത്തിൻ്റെ വചനം നിന്നെ തേടി വരുമ്പോൾ, നിന്റെ ഭവനത്തെ തേടി വരുമ്പോൾ, നിന്റെ കുഞ്ഞുങ്ങളെ തേടി വരുമ്പോൾ എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് ഭവിക്കുന്നത്? കേവലം ലാവണ്യ വാക്കുകൾ, അല്ലെങ്കിൽ ആ വചനം പറഞ്ഞവരെ കുറിച്ചുള്ളതായ ഒരു പുകഴ്ത്തൽ, ആ ഉപദേശത്തെക്കുറിച്ചുള്ളതായ ഒരു ആരാധന, ആ സഭയെക്കുറിച്ചുള്ളതായ വലിയൊരു അഭിനന്ദനം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അതിൻ്റെ മേന്മയെക്കുറിച്ച് സംസാരിക്കുന്നവൻ, അവിടുത്തെ ലാവണ്യത്തെക്കുറിച്ച് വിവരിക്കുന്നവനാണോ? അതോ നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിൽ കൊണ്ടുവന്ന പോരായ്മകളെ എത്രമാത്രം അത് നീക്കുവാൻ അതിന് സാധിച്ചു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നിന്റെ ഭവനത്തിൽ എത്ര ക്രിയാത്മകമായ ചില ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ അതിന് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു അനുഭവ പാഠമാണോ നിനക്കുള്ളതെന്ന് ദൈവാത്മാവ് ഈ പ്രഭാതത്തിൽ ചോദിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ തേടി വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ വ്യത്യാസമുണ്ടാകുന്നു, നമ്മുടെ ഭവനത്തിൽ വ്യത്യാസമുണ്ടാകുന്നു. സമാധാനമില്ലാത്ത ഭവനത്തിൽ സമാധാനമുണ്ടാകുന്നു. കുറവുകൾ ഉള്ളിടത്ത് ആ കുറവുകൾ പരിഹരിക്കപ്പെടുന്നു. ദാരിദ്ര്യങ്ങൾ ഉള്ളിടത്ത് ദാരിദ്ര്യം മാറ്റപ്പെടുന്നു. നമ്മുടെ ഭരണി നിറഞ്ഞു കവിയുന്നു, നമ്മുടെ കലത്തിലെ മാവ് നിറഞ്ഞു കവിയുന്നു, നമ്മുടെ കുഷ്ഠരോഗങ്ങൾ മാറുന്നു. ദേശത്ത് നമ്മൾ അംഗീകാരമുള്ളവരാക്കി തീർക്കുന്നു. അന്യജാതിക്കാരനാണെങ്കിലും അനുസരണത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിച്ചതിനാൽ, ദൈവത്തിന്റെ ആത്മാവിന് നമ്മൾ കീഴ്പ്പെട്ടതിനാൽ, നോക്കൂ, അനുഗ്രഹത്തിന്റെ വരവായി നമ്മുടെ ഭവനം മാറ്റപ്പെടുന്നു. നമ്മുടെ ഭവനത്തിൽ വേറൊരു അഡ്രസ്സ് തന്നെ മാറി നാം ദൈവത്തോട് കൂടെ നടക്കുന്നവരെന്നും ദൈവത്തെ സ്നേഹിക്കുന്നവരുമുള്ളതായ ഒരു അഡ്രസ്സിൽ നമ്മൾ പിന്നീട് അറിയപ്പെടുന്നതിനിടയായിത്തീരും. അങ്ങനെയുള്ള ഭവനത്തിൽ ഒരു വ്യത്യാസമുണ്ടാവും. അങ്ങനെയുള്ള ഒരു ഭവനത്തിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടാവും, ചില രൂപാന്തരം ഉണ്ടാവും. അവരെ കണ്ടാൽ അറിയാം, അവരുടെ മുഖഭാവം കണ്ടാൽ അറിയാം. ദൈവവചനം അവർ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഗുണീകരണത്തിനും അവരുടെ ശുദ്ധീകരണത്തിനും അവരുടെ പോരായ്മകളെ അകറ്റുന്നതുമായി അവരുടെ ഭവനത്തിൽ ഒരു അനുഗ്രഹ ആശംസകൾ അത് കൊണ്ടുവരുന്നതിനിടയായിത്തീരും. അതാണ് ദൈവത്തിന്റെ ആത്മാവ് നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. നിന്നെ സ്നേഹിക്കുന്നതിനാൽ, നിന്നെ കണ്ടെത്തിയതിനാൽ, നിന്നെ നടത്തിയതിനാൽ, നിന്നോട് സംസാരിച്ചതിനാൽ, നിന്നോട് ഇടപെട്ടതിനാൽ, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ സഹായിച്ചതിനാൽ ദൈവത്തിന്റെ ആത്മാവിനോട് നിനക്കൊരു പുകഴ്ത്തൽ മാത്രമല്ല, ഒരു പൊക്കിപ്പറച്ചിൽ മാത്രമല്ല ദൈവം ആവശ്യപ്പെടുന്നത്. ആ വചനം നിന്നിൽ കൊണ്ടുവന്നതായ വ്യതിയാനങ്ങൾ, രൂപാന്തരങ്ങൾ എത്രയെന്ന് ദൈവത്തിന്റെ ആത്മാവ് നോക്കിക്കാണുവാൻ ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.